നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു റിതൂസ് നാടൻ രുചികൾ. ഇന്ന് നമ്മളൊരു അടിപൊളി വറുത്തരച്ച സാമ്പാറിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം. കുറച്ച് മുരിങ്ങക്കായ, വെണ്ടക്കായ, മത്തങ്ങ, തക്കാളി ഇത് മാത്രം ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി വെണ്ടക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം മുരിങ്ങക്കായ, 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ആദ്യം തന്നെ ഈ മത്തങ്ങയും മുരിങ്ങക്കായും കൂടി വേവിച്ചെടുക്കണം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പും ചേർത്ത് ഇത് വേവിക്കാൻ വെക്കാം. വെണ്ടക്കായ നമുക്ക് പിന്നീടാണ് ചേർക്കേണ്ടത്. അതുപോലെ പരിപ്പ് കുക്കറിൽ വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വറുക്കാനുള്ള സാധനങ്ങൾ തേങ്ങയുടെ ഒപ്പം വറ്റൽമുളക്, മല്ലി, ഉലുവ, ഉഴുന്നുപരിപ്പ്, കായം, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില. ഇതിൻ്റെ അളവുകളെല്ലാം ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കായം ഒന്ന് പൊരിച്ചെടുക്കണം. കായം ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഉലുവയും ഉഴുന്നും പരിപ്പും ചേർത്ത് ഒന്ന് ചുമക്കുന്ന വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമുക്ക് തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർക്കാം. അതെല്ലാം ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് പച്ചമല്ലിയാണ് ചേർക്കുന്നത്. ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല, പച്ചമല്ലി ചേർത്താണ് ഉണ്ടാക്കാറ്. മല്ലി നല്ല പോലെ ഒന്ന് വറുത്ത് വരണ സ്മെല്ല് വരുമ്പോൾ നമുക്കൊന്ന് കളറൊക്കെ ചേഞ്ചായിട്ട് വരണ സമയത്ത് മുളകും കൂടി ചേർക്കാം. കണ്ടോ, ഇതിപ്പോൾ തേങ്ങ ഒരുവിധം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക്, വറ്റൽമുളകും അതോടൊപ്പം 2 കാശ്മീരി മുളകും ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ വഴറ്റി ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റി വെക്കണം. ഈ സമയത്ത് ഈ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് വെണ്ടക്കായ ഒന്ന് ചൂടാക്കി എടുക്കണം. അതല്ലെങ്കിൽ ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നേരിട്ട് കറിയിലിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവില്ല. അതൊന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാം. നമ്മുടെ കഷ്ണം കണ്ടോ, ഇപ്പോൾ നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കണം. തക്കാളിയും ഒന്ന് പകുതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി ഇതിൽ ചേർക്കുക. അതോടൊപ്പം തന്നെ പരിപ്പും വേവിച്ച് വെച്ചതും ചേർക്കണം. ആദ്യം ഞാൻ പരിപ്പ് ചേർത്ത് തക്കാളിയും ചേർത്തു. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായയും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പുളി ചേർക്കാം. ആവശ്യത്തിന് ചേർക്കുക. ഇതിലിപ്പോൾ ഈ തക്കാളിക്ക് നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ. കണ്ടോ, അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അരപ്പ് ചേർക്കണം. നമ്മുടെ തേങ്ങയും മറ്റുള്ള വറുത്ത് വെച്ചിരുന്നത് അത് അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞ് ഇതൊന്ന് നല്ലപോലെ തിളച്ച് ഇതിൻ്റെ മണം പുറത്ത് വരണം. നല്ല അടിപൊളി മണമാണ്, സൂപ്പർ മണമാണ്. കായത്തിൻ്റെയൊക്കെ മണം നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുക്കാൻ ആവശ്യമായ വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ചേർത്ത് താളിക്കണം. താളിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലേ ഇതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണെന്ന് തോന്നും. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ വേറെ സാമ്പാർ ഉണ്ടാക്കില്ല. ഇതാണ് അടിപൊളി സാമ്പാറിൻ്റെ രുചി. ഇത് നമുക്ക് ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എടുക്കാൻ പറ്റിയ ഇഡ്ഡലിയുടെ കൂടെ. എല്ലാവരും ഈ ചാനൽ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്